ഹായ് ഓൾ, ഇറ്റ് ഈസ് യുവർ അലിൻ ജോസ് പെരേര, സോഷ്യൽ മീഡിയ റിവ്യൂവർ. അപ്പോൾ അലിൻ ജോസ് പെരേരയാണ്. അപ്പോൾ ഞാനിന്ന് എൽ എന്ന സിനിമ കണ്ടിരുന്നു. ലിതം എന്നാണ് സിനിമയുടെ പേര്. എൽ എന്നാണ് സൂചിപ്പിക്കുന്നത്. 1984 2018 നടക്കുന്ന സംഭവ വികാസമാണ് സിനിമ സൂചിപ്പിക്കുന്നത്. ഒരു ക്രൈം ത്രില്ലർ മിസ്റ്റർ ഡ്രാമയാണ്. ഒരു ഗർഭിണികളെ കൊല്ലുന്ന രീതി വാസ്തവമാക്കുന്ന കൊലപാതക സീരീസാണ് സിനിമ ഉദ്ദേശിക്കുന്നത്. സിനിമയിൽ അഭിനയിക്കുന്നത് നമ്മുടെ സന്ധ്യ മനോജ്, ജ്യോതി ശിവരാമൻ. അപ്പോൾ ജ്യോതി ശിവരാമൻ്റെ ഒക്കെ ഒരു നല്ലൊരു പെർഫോമൻസ് സിനിമയിലുണ്ട്. കാരണം നമ്മുടെ ഒരുപാട് സിനിമകളിൽ ജ്യോതി ശിവരാമൻ അഭിനയിച്ചിട്ടുണ്ട്. നമ്മുടെ ചാവേർ, പാപ്പച്ചൻ, ഒളിവിലാണ്, പിന്നെ ജനനം 1947, പ്രണയം കടത്തി തുടരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സിനിമകളിൽ അഭിനയിച്ച വ്യക്തിയാണ് ജ്യോതി ശിവരാമൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഞാൻ കണ്ട 4ാമത്തെ സിനിമയാണ് ഈ എൽ എന്ന സിനിമയിൽ. ഒരു ക്രൈമായിട്ട് ബേസ് ചെയ്ത് കൊലപാതക സീരീസിലാണ് അഭിനയിച്ചിരിക്കുന്നത്. ഗംഭീര സിനിമയെന്ന് തന്നെ പറയാം. വിഷ്ണു വിജയൻ്റെ ഗംഭീര പെർഫോമൻസ് ആണ്. വിഷ്ണു വിജയൻ്റെ നായകവേഷം കിടുക്കിയിട്ടുണ്ട്. പിന്നെ ഷെല്ലിയാണ് സിനിമ. ഷെല്ലി ഷോജി സെബാസ്റ്റ്യനാണ് ചിത്രത്തിൻ്റെ സ്ക്രിപ്റ്റ്. പിന്നെ ഡയറക്ടറും ഷോജി സെബാസ്റ്റ്യനാണ്. അപ്പോൾ നല്ല രീതിയിൽ കാണാൻ പറ്റുന്ന ഒരു മികച്ചൊരു ക്രൈം ത്രില്ലറാണ്. 22-ാം തീയതി ഇറങ്ങിയിരിക്കുകയാണ് മാർച്ചിൽ. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കാണേണ്ട ഒരു സിനിമയാണ്. അപ്പോൾ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ഉണ്ട്. BGM ആണെങ്കിലും ഒരു ക്രിസ്ത്യൻ റിലേറ്റഡ് ആയിട്ടുള്ള സംഭവമാക്കിയാണ് സിനിമയുടെ കഥാതന്തുവൊക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായിട്ടുള്ള ജോണറാണ്, എൻഗേജിങ് ആണ്, സീറ്റ് ടച്ച് ആണ്. ഇതിൽ എടുത്തു പറയേണ്ടത് ഇങ്ങനെ ഗർഭിണിയായിട്ടുള്ള ആൾക്കാരെ കൊന്ന് പ്രതികാരം ചെയ്യുക, ഒരു പ്രതികാര സൂചകമായിട്ടുള്ള കഥാതന്തുവാണ് സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഈ സന്ധ്യ എന്ന് പറഞ്ഞ നടിയുടെ പെർഫോമൻസ് ഒക്കെ നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. കാരണം ഒരു പോലീസ് ഓഫീസറായിട്ടാണ് സന്ധ്യ അഭിനയിച്ചിരിക്കുന്നത്. ഗംഭീര ഇടിവെട്ട് പെർഫോമൻസ് തന്നെ എന്ന് പറയാം. അപ്പോൾ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ആൾക്കാരുടെ പേരുവിവരങ്ങൾ പറയാം. ജോഷി കൃഷ്ണ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. ജോഷി കൃഷ്ണ, പിന്നെ രാജ്കുമാർ, രാധാകൃഷ്ണൻ, അമൃത മേനോനൊക്കെ നല്ല രീതിയിൽ വർക്കൗട്ടായി പോയിട്ടുണ്ട് അഭിനയത്തിന് മികവിൽ. പിന്നെ അശ്വതി യു പിള്ളയുടെ പെർഫോമൻസ് ഒക്കെ ഗംഭീരമാണ്. പിന്നെ സന്ധ്യ മനോജ് പോലീസ് കഥാപാത്രം ഞാൻ പറഞ്ഞു, നല്ല രീതിയിൽ തന്നെ ഹാർഡ് വർക്ക് ചെയ്തൊരു പോലീസ് കഥാപാത്രമാണ് സന്ധ്യ മനോജ് ചെയ്തിരിക്കുന്നത്. പിന്നെ അശ്വതി അരുണിൻ്റെയൊക്കെ സംഭവങ്ങളൊക്കെ പോയിട്ടുണ്ട്. പിന്നെ പ്രഭാകൃഷ്ണയുടെ നല്ല രീതിയിൽ തന്നെ പെർഫോമൻസ് വൈസ് ഒരുവിധം ബാക്ക്വേർഡ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ്, ഗംഭീരമാണ്. പിന്നെ വിഷ്ണു വിജയൻ നമ്മുടെ ഗോഡ് ബ്ലസ് യു എന്ന സിനിമയിലാണ് ആദ്യമായിട്ട് നായകനായിട്ട് വന്നത്. ഒരുപാട് സീരിയലിലൊക്കെ വിഷ്ണു വിജയൻ വന്നിരുന്നു. അപ്പോൾ സീരിയലിൽ നിന്നും സിനിമയിലേക്ക് വന്ന താരമാണ്. ചെറിയ സിനിമകളാണ് വരുന്നത്. ഗോഡ് ബ്ലസ് യു, അതിനുശേഷമാണ് എൽ എന്ന് പറഞ്ഞ സിനിമയിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലിൻ്റെ 2ാം ഭാഗവും ഉണ്ട്, വെയിറ്റിംഗ് ആണ്. അപ്പോൾ അടുത്ത ആൾക്കാരുടെ പേര് പറയാം. രാജേഷ് KP ഒക്കെ നല്ല രീതിയിൽ അഭിനയിച്ചു. പിന്നെ അനിൽ, രാകേഷ്, ജ്യോതി ശിവരാമൻ നമ്മുടെ പാപ്പച്ചനൊളിവിലാണ്, ചാവേറൊക്കെ നല്ല പെർഫോമൻസ് ആയിരുന്നു. അപ്പോൾ എല്ലാം തന്നെ സിനിമയിലും വൺ ടൈം ആയിട്ട് കാണിക്കുന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ പെർഫോമൻസ് ആണ്. ഡയലോഗൊന്നും തന്നെ ഇല്ലെങ്കിലും നല്ല രീതിയിൽ വർക്കൗട്ടായി പോകുന്ന പെർഫോമൻസ് ആണ്. ഒരു ശ്രീ ശാസ്ത്രീകരണമായിട്ടുള്ള പെർഫോമൻസ് ആണ് ജ്യോതി ശിവരാമൻ അഭിനയിച്ചിരിക്കുന്നത്. ജ്യോതി ശിവരാമൻ വെൽ ആക്ടർ എന്ന് തന്നെ പറയാം. അപ്പോൾ പിന്നെ പറയാനുള്ളത് ഒരു ദിലീപ് എന്ന പുതുമുഖ നടനും അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് കാണേണ്ട വൺ ടൈം വാച്ചബിൾ സിനിമയാണ് എല്ല്. അപ്പോൾ എൽ എന്ന സിനിമ ലിതം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ലിതം തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുക.